ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ VK. പലരും തന്നെ ലൈവിന് താഴെയൊക്കെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, സർ ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ചോദ്യങ്ങളാണ് എക്സ്പെക്ടഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്, മുൻ വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ചാപ്റ്റർ വൈസ് ആയിട്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് നിങ്ങൾക്കായുള്ള വീഡിയോ ആണിത്. ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും. സോ സാർ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ മുൻ വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 ഫോംസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. പക്ഷേ ഈ 5 ഫോംസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഓരോന്നിന്റെയും മെറിറ്റ്സ്, ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പോകുക അല്ലെങ്കിൽ വായിച്ചു നോക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ എന്താക്കണം, ഉറപ്പായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് വെച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ പാർട്ട്ണർഷിപ്പിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അവിടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഫീച്ചേഴ്സും മാത്രം പഠിച്ചാൽ പോരാ. ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡും ഉണ്ട്. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ വലിയൊരു ചാപ്റ്ററിലെ വലിയ കണ്ടന്റുകളാണുള്ളത്. അപ്പോൾ എല്ലാം വായിച്ചു നോക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഈ ചാപ്റ്റർ നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി 8 ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇതൊരു എസ്സേ ടൈപ്പ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ 8 ഫീച്ചേഴ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആൻഡ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫോർമേഷൻ, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ എപ്പോഴും പറയാൻ, ഒരു കമ്പനി എന്നൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ഉള്ള ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത്. ഫോർമേഷൻ എങ്ങനെയാ, കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് ഒരു കമ്പനി എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ പെർപെച്വൽ സക്സഷൻ ഉണ്ട്. കൺട്രോൾ എങ്ങനെയാ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ലാബിലിറ്റി എങ്ങനെയാ, മെമ്പേഴ്സിന്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും, കോമൺ സീൽ ഉണ്ടായിരിക്കും, റിസ്ക് ബിയറിംഗ്, ഇതൊക്കെ നമ്മൾ ഫീച്ചേഴ്സ് ആയിട്ട് പഠിക്കുന്നതാണ്. സോ ഈ കാര്യങ്ങൾ എന്താക്കുക, നിങ്ങൾ ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഒരു 8 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 8 പോയിന്റ് ആണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതേപോലെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്ത് എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്, എക്സ്പ്ലെയിൻ എനി 4 അഡ്വാൻറ്റേജസ് ആൻഡ് എനി 3 ലിമിറ്റേഷൻസ് ഓഫ് ഇറ്റ്. ഇതും എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എന്താണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്? നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ആക്ട് ഏത് വർഷമാണ്, 1932 ആണ്. അപ്പൊ അത് മറക്കരുത് കേട്ടോ. 1932 ആണ് പാർട്ട്ണർഷിപ്പ് ആക്ട്. ഈ ആക്ട് പ്രകാരം എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസസ് എന്താണ്, 2 ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഷെയർ ചെയ്തുകൊള്ളുക എന്ന് പറയുന്ന ഒരു അഗ്രിമെന്റിൽ എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ഒരു ഫോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. സോ പാർട്ട്ണർഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു മീനിങ് നിങ്ങൾ ആദ്യം എഴുതുക. അത് ക്വസ്റ്റിനിൽ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഇത് എഴുതാൻ വേണ്ടി പറയുന്നത്. അതിനുശേഷം നിങ്ങൾ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും എഴുതണം. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് നോക്കാം. ഈസി ഓഫ് ഫോർമേഷൻ, ബാലൻസ്ഡ് ഡിസിഷൻ, മോർ ഫണ്ട്സ്, റിസ്ക് ബിയറിംഗ് ആൻഡ് റിസ്ക് ഷെയറിംഗ് ഓർ സീക്രസി. അപ്പോൾ ഇത്രയും മെറിറ്റ്സ് ആണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനുള്ളത്. അതേപോലെ തന്നെ ലിമിറ്റേഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലാബിലിറ്റി ആണ്. ആർക്കാണ്? പാർട്ട്നേഴ്സിന് അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ആയിരിക്കും, കോൺഫ്ലിക്ട് പൊട്ടൻഷ്യൽ, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ് എന്നിങ്ങനെ നിങ്ങൾ എന്താക്കണം, ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസും ഇതേപോലെ എഴുതിയിട്ട് ഒരു ഷോർട്ട് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കണം. എസ്സേ ടൈപ്പ് ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്കറിയാം ഒരു 1.5 പേജ് ആണ് നിങ്ങൾ എഴുതി തയ്യാറാക്കേണ്ടത്. ഓക്കെ, ആദ്യം നിങ്ങൾ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് എഴുതുക, എന്നിട്ട് മെറിറ്റ്സ് എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും അത് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് ഡിമെറിറ്റ്സിലേക്ക് പോവുക. ഡിമെറിറ്റ്സ് ഓരോ പോയിന്റ് സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അത് എടുത്ത് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ എഴുതുന്ന സമയത്ത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി അടുത്ത ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 4 മെറിറ്റ്സ് ആൻഡ് 4 ഡിമെറിറ്റ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഫോമാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. സോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ മെറിറ്റ്സ് സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, കോൺഫിഡൻഷ്യാലിറ്റി, ഡയറക്റ്റ് ഇൻസെന്റീവ്, സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്, ഈ എയ്സ് ഓഫ് സെറ്റപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ സാധനങ്ങളാണ് ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ. ഇനി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ക്വിക്ക് കോൺഫിഡൻസ്, ഡയറക്റ്റ് ടു അക്കംപ്ലിഷ്മെന്റ് ഈസിലി എന്നൊരു കോഡ് ഉണ്ട്. QCDAE എന്ന കോഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇതും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു കോഡ് യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും.
ഇനി ലിമിറ്റേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിമിറ്റഡ് റിസോഴ്സ് ആണ് ആർക്കുള്ളത്, സോൾ പ്രൊപ്പറേറ്റർക്ക് ഉള്ളത്. അതേപോലെ തന്നെ ലിമിറ്റഡ് ലൈഫ് ആയിരിക്കും, അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. കാരണം ഒരാളാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്ന ഒരാളാണ്. സോ അദ്ദേഹം പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും, ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും എല്ലാം തന്നെ എന്ത് ചെയ്യണം, അദ്ദേഹം തന്നെ ബിയർ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ലിമിറ്റഡ് മാനേജീരിയൽ സ്കിൽ ആയിരിക്കും ആർക്കുണ്ടായിരിക്കുക, ഒരു സോൾ ട്രേഡർക്ക്, സോൾ പ്രൊപ്പറേറ്റർക്ക് ഉണ്ടായിരിക്കുക. സോ ഇത്തരത്തിൽ ലിമിറ്റേഷൻസും അതേപോലെ തന്നെ മെറിറ്റ്സും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്ത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. HUFന്റെ കേസ് പറയുന്ന സമയത്ത് ആദ്യത്തെ പോയിന്റ് നിങ്ങൾ എഴുതേണ്ടത് ഇന്ത്യയിൽ പ്രാചീന കാലത്ത് ഫോം ചെയ്യപ്പെട്ടുള്ള, പ്രാചീന കാലത്ത് കണ്ടുവന്നിട്ടുള്ള ഒരു ഫാമിലി ബിസിനസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ HUF, അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്, അല്ലെ ഓൾഡസ്റ്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അതേപോലെ തന്നെ ക്യാരിഡ് ഔട്ട് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. HUFലെ മെമ്പേഴ്സ് ആണ് ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഹിന്ദു ലോ പ്രകാരമാണ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വരുന്നത്. ഇതിന്റെ മെമ്പർ ആവാൻ വേണ്ടി ഇപ്പൊ എങ്ങനെ അതിലൊരു മെമ്പർ ആവാൻ വേണ്ടി പറ്റുക, ബൈ ബർത്ത് ആണ് ഇതിൽ മെമ്പർഷിപ്പ് ആവാൻ വേണ്ടി പറ്റുക. അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ് വേണം. ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇവർ ബിസിനസ് ചെയ്യുന്നത്, അല്ലെ. അതേപോലെ തന്നെ ലാബിലിറ്റി, കർത്തയുടെ ഇതില് എൽഡസ്റ്റ് മെമ്പറെ പറയുന്ന പേരാണ് കർത്ത. അദ്ദേഹത്തിന്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ബാക്കിയുള്ള മെമ്പേഴ്സിനെ പറയുന്നത് കോ പാർട്ണർ ആണ്, അവരുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും എല്ലാവരും എൽഡസ്റ്റ് മെമ്പർ ആയിട്ടുള്ള കർത്തയാണ്. ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾ HUFനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി അടുത്ത ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും, ഓക്കെ, ജോൺ സ്റ്റോക്ക് കമ്പനി രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എഴുതേണ്ടത്. പലരും തന്നെ ഒരു എസ്സേ എഴുതുന്ന പോലെ ഇങ്ങനെ താഴെ എഴുതിപ്പോവും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഡിഫറൻഷിയേറ്റ് പോലെയുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ബോക്സ് ആയിട്ട് വരച്ചിട്ടാണ് നിങ്ങൾ എക്സാമിന് പ്രസന്റ് ചെയ്തത്. അപ്പോൾ ഒരു ഇൻവിജിലേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമിനർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് നോക്കാൻ എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് സ്കോർ നേടാനും എളുപ്പമായിരിക്കും. സോ ഈ രീതിയിൽ പ്രസന്റ് ചെയ്യണം. ഈ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ബോക്സ് ഒക്കെ വരച്ച് എഴുതുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പം നമുക്കറിയാം ഇതേപോലെ ഒരു ബോക്സ് ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പം ഇവിടെ ബേസിസ് കൊടുക്കുക, അതേപോലെ പ്രൈവറ്റ് കമ്പനി, അതേപോലെ തന്നെ പബ്ലിക് കമ്പനി എന്ന് കൊടുക്കുക. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മിനിമം 2 പേരും മാക്സിമം 200 ആണ്. പബ്ലിക് കമ്പനി ആണെങ്കിൽ 7, ദർ ഇസ് നോ ലിമിറ്റ്. നെയിം ഇവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വേണം, ഇവിടെ ലിമിറ്റഡ് എന്ന് മതി. ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ഇവിടെ നോട്ട് പെർമിറ്റഡ് ആണ്, ഇവിടെ പെർമിറ്റഡ് ആണ്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസിന്റെ കേസിൽ ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്, ഇവിടെ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ് പബ്ലിക് കമ്പനിയുടെ കേസിൽ. നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇവിടെ മിനിമം 2 ആൻഡ് മിനിമം 3 ആണ്. ഐഡിയ ഓഫ് മെമ്പേഴ്സ് നോട്ട് കമ്പൾസറി, ഇവിടെ കമ്പൾസറി ആണ്. സോ ഈ രീതിയിലൊരു 4 എണ്ണമോ 5 എണ്ണമോ നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് റൈറ്റ് any 3 features of cooperative society. ഇതൊരു 3 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളൂ കേട്ടോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 3 ഫീച്ചേഴ്സ് ആണ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം വോളണ്ടറി മെമ്പർഷിപ്പ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ. 1 man 1 vote, വെൽഫെയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഈ 2 കീ ലൈനും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ലീഗൽ സ്റ്റേറ്റസ്, അതേപോലെ തന്നെ ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും മെമ്പേഴ്സിന് ഉണ്ടായിരിക്കുക. കൺട്രോൾ എങ്ങനെയാ? ഇലക്റ്റഡ് മാനേജിംഗ് കമ്മിറ്റിയാണ് ഇതിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. അതേപോലെ തന്നെ സർവീസ് മോട്ടീവ് ആയിരിക്കും ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെ വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ് എന്ന് പറയാറുണ്ട്. സോ ഇത്തരത്തിൽ ഫീച്ചേഴ്സ് ഒരു 3 എണ്ണം നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക. സോ നമ്മുടെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് സാർ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. വളരെ പ്രധാനപ്പെട്ട, ഒരുപാട് വർഷം ചോദിച്ചിട്ടുള്ളതും എക്സ്പെക്റ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് സാർ ഇന്ന് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. സോ എല്ലാവരും ഇതേപോലുള്ള എല്ലാ ചാപ്റ്റേഴ്സിലെയും ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതും അതേപോലെ തന്നെ പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതും. ഉറപ്പായിട്ടും നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഇതേപോലെ വീഡിയോ ആയിട്ട് ചെയ്യും. നമ്മുടെ ലൈവിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ 30യിലും മാരത്തോണിലും അതേപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ നമ്മളും ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് മുന്നോട്ട് പോകുന്നുണ്ട്. സോ എല്ലാവർക്കും വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വിക്കി.